ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മാമ്പഴം കൊണ്ടിട്ടുള്ള ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രീമി പരുവത്തിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണിത്. അപ്പോൾ ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണല്ലേ, എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് അരിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലിൽ നിന്നും കുറച്ച് പാൽ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിപ്പോൾ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇതേപോലെ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചൂടാറി വരട്ടെ. ഈ സമയത്ത് നമുക്ക് മാങ്ങ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 2 നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1.5 മാങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാലിൻ്റെ ചൂടൊക്കെ നല്ലവണ്ണം നാറി വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇത് തിക്കായിട്ട് വന്നോളും. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം പാൽ തിളപ്പിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു 50 ഗ്രാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി മാങ്ങ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും കുറച്ച് കഷ്ണങ്ങൾ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യോ ബദാമോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസുകൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോഴാണെങ്കിൽ മാമ്പഴ സീസണൊക്കെ ഉള്ള മിക്ക വീടുകളിലും മാമ്പഴമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.